സോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഗൈസ്, നമ്മൾ ഓൾഡായിട്ട് കളിച്ചായിരുന്നു നമ്മുടെ സീനിയേഴ്സ് പ്ലേയേഴ്സിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വർഷം 2025 നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അവന്മാരിപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണോ അല്ലേ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് പേരൊന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണ്, ബ്രോ ഇങ്ങനത്തെ കണ്ടൻറ്റിന് ഇതുപോലത്തെ കണ്ടൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു കണ്ടൻറ്റിൻ്റെ മതി, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ബ്രോ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതിന് വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ പിന്നെ ഇതുപോലെ ഈ ഒരു കണ്ടൻറ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസും കാര്യങ്ങളും കിട്ടുന്ന ഈ ഒരു കണ്ടൻറ്റിനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടൻറ്റിനെയാണ് ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നല്ല പേർക്ക് നമ്മൾ ഇതിലും അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ട് എൻ്റെ ഒരു മൊബൈൽ കേടൊന്നു പോയി, അതായത് ഡിസ്പ്ലേ അടിച്ച് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ കളിക്കുന്നതാണ്, ഈ 2GB റാമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കണ്ടൻറ്റ് ഞാൻ തുടരുകയാണ്. അപ്പോൾ ഇതിൽ മികച്ച വീഡിയോസ് നമ്മൾ എന്തായാലും ചെയ്യും. ഇതും ഒരു മികച്ച വീഡിയോ തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തതിനെ കാണാൻ ശ്രമിച്ചേക്കും. ഒട്ടും പറഞ്ഞ് ലാഗ് അടിപ്പിയതില്ല, നേരെ വീഡിയോട്ട് തന്നെ പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ വീഡിയോ ക്ലിപ്പും അപ്പോൾ നമ്മുടെ പീക്കിലാണെങ്കിൽ അവൻ്റെ ടീംമേറ്റിനെ ഒരുത്ത് നോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു പ്ലെയറാണ്, ഈ ഒരു സ്ട്രീമറാണ്, നൈസായിട്ട് അവൻ ചെന്ന് നൈസായിട്ട് അവനെ തീർക്കാൻ നോക്കിയാണ്. ബട്ട് അവനെയും തീർത്ത് അവൻ്റെ ടീംമേറ്റ് ആയാലും ഒരുത്തനും പാടുണ്ട് ഗൈസ്. അവൻ റിവൈവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവന് നൈസായിട്ട് ഒരുത്തൻ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ തീർത്ത ആ ഒരു ടീംമേറ്റ്, അവന്മാരൊപ്പം കളിച്ചിരുന്ന അവൻ്റെ ടീംമേറ്റിൻ്റെ ഈ ഒരു ഐഡിയും കാര്യങ്ങളും ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നതാണ്. ഐഡിയും കാര്യങ്ങളൊക്കെ സെർച്ചും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, മീൻസ് ടൈപ്പും കാര്യങ്ങൾ ചെയ്ത് നേരെ സെർച്ച് ചെയ്തു ഗൈസ്. അപ്പോൾ നോക്കിയ സമയത്താണ് ഈ ഒരു പുള്ളിക്കാരൻ 30 days ആയിട്ടുണ്ട്, ഏകദേശം 30 ദിവസത്തോളമായിട്ടുണ്ട് ആക്റ്റീവായിട്ട്. അപ്പോൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയ സമയത്താണ് ഗൈസ് അതിലും വലിയ അത്ഭുതം വേറെ ആരുടെ ഗൈസ്, നമ്മൾ ആദം കുട്ടനാണെന്ന് ഇതിൽ നിൽക്കുന്നത്. ആദമിനെ അറിയാത്ത ആരും ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾഡ് പ്ലേയേഴ്സിന് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ആദമിനെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ഒരു പുള്ളിക്കാരൻ്റെ ഹീറോയ്ക്കും കാര്യങ്ങളും അടിച്ചിട്ടില്ല. ഐഡിയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇതാണ്. പിന്നെ ബാഡ്ജസും കാര്യങ്ങളും ഫസ്റ്റ് മുതലേ കളിക്കൽ തുടത്തിയിട്ടില്ല. ഏകദേശം ഒരു 18 കാലങ്ങളിലേ തോന്നുന്നുണ്ട് പുള്ളിക്കാരൻ കളിച്ചത്. ഏകദേശം ഓൾഡായുള്ള ഒരു പ്ലെയർ കൂടെയാണ്, നല്ല ഫസ്റ്റ് ആയിട്ട് മുതൽ കളിച്ചൊരു പ്ലെയർ അല്ല. ഇതാണ് നമ്മുടെ പുള്ളിക്കാരൻ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് കുഴപ്പത്തെ ഒരു അക്കൗണ്ടാണ്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ഐഡിയും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന ഇപ്പോൾ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരനെ തീർക്കുന്ന പ്ലെയറുടെ ഐഡിയ ഗൈസ് നമ്മൾ നോക്കാം. അപ്പോൾ അവനാണെങ്കിൽ ഒരു സ്ക്വാഡിൽ ഒരുത്തനെ നോക്കിയിട്ടുണ്ട്, വീണ്ടും ഒരുത്തണ്ടായിരുന്നു, അവനെയും തീർത്ത സ്ക്വാഡിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 കില്ലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ പീക്കാണ്. ഇത് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല, ബട്ട് എന്നാലും കുറേ പേർക്ക് ഓർമ്മ ഉണ്ടാകും. ഓർമ്മ ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കട്ടെ ഗൈസ്. അങ്ങനെ ഒരു പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ അടുത്തോട്ട് എനിമി വരില്ലെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ എനിമിനെ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു, കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ അടുത്തോട്ടായിട്ട് എനിമി വരുന്നുണ്ട്, നേരെ ചാടിച്ചെന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് ആ ഒരു പുള്ളിക്കാരനെയാണ് ആ ഒരു എനിമി തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുള്ളിക്കാരനെ തീർത്തിട്ടുള്ളത് ഈ ഒരു പ്ലെയറുടെ ഐഡിയും കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്, ഇങ്ങനെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കാൻ ആ ഒരു പുള്ളിക്കാരൻ 23 hour ആയിട്ടുണ്ട് ആക്റ്റീവായിട്ട്. ബട്ട് അപ്പോൾ ഈ പുള്ളിക്കാരൻ നിലവിൽ കളിക്കുന്നൊരു പ്ലെയർ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ ഗൈസ്, ബ്ലൂ ഷെയ്ഡ് ബണ്ടിൽ, അതുപോലെ തന്നെ നമ്മുടെ കോബ്ര MB40, അതുപോലെ തന്നെ ഒരു പാൻറ്റ് ജാക്സ് പാൻ്റ് അല്ല, അതായത് ഒരു വെറുതായിട്ടുള്ളൊരു അയോട്ടോ കാര്യങ്ങളൊന്നും വെറുതായിട്ടുള്ളൊരു അക്കൗണ്ട് തന്നെയാണ്. പിന്നെ ഒരു പുള്ളിക്കാരൻ 77 ലെവൽ വരുന്നുണ്ട്. നെയിമും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ VFFAYT ആണ് എന്തോ പറയുന്നൊരു പേരാണ്. പിന്നെ ഹീറോയ്ക്ക് ഗ്രാൻഡ് മാസ്റ്ററും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്, ഗ്രാൻഡ് മാസ്റ്റർ CS. അതുപോലെ തന്നെ ഹീറോയ്ക്കും കാര്യങ്ങളൊക്കെ അടിച്ചൊരു വെറുത്ത ഐഡിയാണ് ഗൈസ് ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത്. അത്യാവശ്യത്തിന് ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഐഡിയ തന്നെയാണ്. അപ്പോൾ എന്തായാലും അധികം റയറായിട്ടുള്ള കോസ്റ്റ്യൂം ഉണ്ടാവും, ഓൾഡ് ആയിട്ടുള്ള ന്യൂ ആയിട്ടുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചാൻസ് വളരെ കൂടുതലാണ്. പ്ലാറ്റിനം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ അടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഒരു വെറുത്ത ഐഡിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഐഡിയും കാര്യങ്ങളൊക്കെ അത് ജസ്റ്റ് നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ആയിട്ടുള്ള ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഇതാണ് ഗൈസ്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരനാണെങ്കിൽ പാടായിട്ടുണ്ട്, സ്ട്രീമർ പാടായിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രീമർ പാടായ സമയത്ത് അവൻ്റെ ടീംമേറ്റ് ഉള്ള ഈ ഒരു പ്ലെയർ, ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലെയറുടെ ഐഡിയും കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അവരാണെങ്കിൽ ഒരു കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഗൈസ് ആ ഒരു പുള്ളിക്കാരന് 54 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എത്ര ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളും ജസ്റ്റ് കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നേരെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരൻ അങ്ങനെ സെർച്ചും കാര്യങ്ങൾ ചെയ്ത് നോക്കിയ സമയത്ത് 30 days ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ അവസ്ഥ എനിക്ക് വെച്ച് നോക്കുമ്പോൾ ആക്റ്റീവ് അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം ഗൈസ് എന്താവും. 62 ലെവലുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ സെർച്ച് നേരത്തെ നോക്കിയ സമയത്ത് പുള്ളിക്കാരൻ എത്ര 50 സംതിങ് ഇത്ര ലെവലും കാര്യം. ഇപ്പോൾ 62 ലെവലുണ്ട്. റൈ സ്റ്റാർ ഹെഡ്, അതുപോലെ തന്നെ ബ്ലാക്ക് ഷീറ്റ് ടീഷർട്ട്, അതുപോലെ തന്നെ പുള്ളിക്കാരനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ബൂയ പാസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ പുള്ളിക്കാരൻ 3 തവണ കളിച്ചിട്ടുള്ളൂ. പിന്നെ ഫസ്റ്റ് ലൈറ്റ് വന്നൊരു സക്കുറ മണ്ടിൽ ഇതിൽ കളിക്കുന്നൊരു പ്ലെയർ കൂടെയാണ്. വെറുത്ത് കളക്ഷൻസ് കുറച്ച് ഉണ്ടാവും, കുറച്ച് ഉണ്ടാവത്തില്ല. പിന്നെ എലൈറ്റ് പാസ്സാണ് പണ്ട് കളിച്ചായിരുന്നത്. ഇപ്പോൾ
എന്നൊക്കെ നമ്മൾ എലൈറ്റ് പാസ് പണ്ട് പറയും, ഇപ്പോൾ ബൂയ പാസ് പറയും. ബൂയ പാസിലാകെ 3 സീസണേ കളിച്ചിട്ടുള്ളൂ, അതായത് 3 മന്ത് മാത്രമേ കളിച്ചിട്ടുള്ള ഒരു പുള്ളിക്കാരൻ. എന്തായാലും കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അത്ര രീതിയിൽ കളക്ഷൻസ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടാവും, ഉണ്ടാവാതിരിക്കാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട്. നിലവിൽ ഇപ്പോൾ ആക്റ്റീവ് അല്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ മറക്കാതെ ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്കും ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ മികച്ചൊരു വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതിന് മുന്നേറ്റ് വീഡിയോ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക.